നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അന്ന് എന്റെ നാവിന്ന് വന്നൊരു തെറ്റുകൊണ്ട് അച്ഛനും ജയിലിൽ കിടക്കേണ്ടി വന്ന്. അതുകൊണ്ടൊന്നും അല്ല മോളെ, ഞാൻ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെ അനുഭവിച്ചല്ലേ പറ്റൂ. എന്തായാലും അതെല്ലാം മാറി. എന്റെ മോൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക. ദിസ് ഇസ് മൈ ലാസ്റ്റ് വാർണിംഗ്. ഇനിയും എന്നെയോ ദേവിയെയോ ചെമ്പക മഠത്തിലുള്ള ഒരാളെയോ ഉപദ്രവിക്കാനായിട്ട് നീ വന്നാൽ നിന്നെ തല്ലിക്കൊന്ന് കൊടുങ്കാട്ടി കൊണ്ടുപോയി പഞ്ചസാരയിട്ട് കത്തിച്ചു കളയും ഞാൻ. മനസ്സിലാക്കിക്കോ. ചേട്ടൻ വന്ന് വണ്ടി കയറുക. നമ്മുടെ മൂത്ത മകന്റെ ശാപകാലങ്ങളെല്ലാം കഴിഞ്ഞു അല്ലേ കൈമളേട്ട? അതേ രാജലക്ഷ്മി, അവന്റെ കണ്ടകശനിയും അതിന്റെ അപഹാരവും കഴിഞ്ഞു. കഷ്ടകാലം എല്ലാവർക്കും വരും. മഹാദേവനായ ശ്രീ പരമേശ്വരന് പോലും കഷ്ടകാലം ഉണ്ടായിന്ന് പുരാണത്തിൽ പറയുന്നു. പിന്നെയാണോ അല്പകാല ജീവികളായ നമുക്ക്? എന്റെ കുഞ്ഞ് എന്തൊക്കെ അനുഭവിച്ചു. മോളെ മീനാക്ഷി, കാർത്തിമോനെ വിവരം അറിയിച്ചോ? അല്ല, ജയരാമനെ കോടതി വെറുതെ വിട്ട കാര്യം കാർത്തിമോനെ വിളിച്ചറിയിച്ചോന്ന്? പറഞ്ഞു മുത്തശ്ശി, ഓഫീസിൽ തിരക്കാം. എങ്കിലും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സാവിത്രിയോടോ? പറഞ്ഞു. ഇതുകൂടി കഴിഞ്ഞപ്പോ സാവിത്രി അമ്മയുടെ അസുഖം മുഴുവനും മാറി. കുളിക്കാൻ കയറി. ഇപ്പൊ വരും. മീനാക്ഷിയുടെ അമ്മ ആ വല്യമാവൻ കൊന്നത് തന്നെ, സംശയമില്ല. കൊല്ലുന്നത് നീ കണ്ടോ? ഇവരോട് വൈരാഗ്യം ഉണ്ടെന്ന് കരുതി എന്തും അങ്ങ് പറയല്ലേ. ഞാൻ എല്ലാത്തിനും നിനക്ക് സപ്പോർട്ടിക്കുന്ന കരുതുക വേണ്ട. എന്റെ പുന്നാര മോള് വന്നല്ലോ. അതെ അതെ, അച്ഛന്റെ വലം കൈ. പണ്ട് എന്നെ കുറിച്ചുള്ള ഏഷണികൾ മുഴുവൻ കൈമളേട്ടനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇവളായിരുന്നു. അതെ, ഏഷ്ണകൾ പറഞ്ഞു കൊടുത്താലേ അച്ഛൻ എനിക്ക് മസാല ദോശ വാങ്ങിച്ചു തരും. പിന്നെന്ത് നോക്കാനോ? കണ്ടോ കണ്ടോ, ഓടി വരുന്നു. അവര് വന്നു. മോളെ സാവിത്രി, എന്താ അമ്മേ? നിന്റെ തനകറക്കൊക്കെ മാറിയില്ലേ? വാങ്ങി. എന്നാ വേഗം പോയി ആരതി എടുത്തോണ്ട് വാ. ശരി. എന്നാ വാ. ചേട്ടാ, നിക്ക് 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 നിക്ക്. പണ്ട് പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഏതോ ഒരു പടക്കുറിപ്പായിരുന്നു രാജലക്ഷ്മിയുടെ ഏതോ ഒരു അമ്മാവൻ. ആ പാരമ്പര്യമാണ് ചെമ്പകമംഗലത്തെ ഈ ആരതി ഒഴിയൽ.
അച്ഛൻ്റെ അമ്മയുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. എന്താ മോനെ നീ പറയുന്നേ? അച്ഛനും അമ്മയുടെയും പ്രാർത്ഥനകളോ? ബാക്കിയുള്ളവരുടെ പ്രാർത്ഥന എവിടെ പോയി? ഈ നന്ദിനിയുടെ പ്രാർത്ഥനയോ? നിന്റെ മകളുടെ പ്രാർത്ഥന? ഈ സാവിത്രിയുടെയും ജഗദീഷിന്റെയും രാമഭദ്രന്റെയും കാർത്തികയുടെയും പ്രാർത്ഥന? ഇതാ ഇവരുടെ പക്ഷാഭേദം. നമ്മുടെ പ്രാർത്ഥന കാണില്ല. എനിക്കറിയാച്ച, ഞാൻ അതൊന്നും ഓർക്കാതെ അല്ല. അച്ഛാ, അന്ന് എന്റെ നാവിന്ന് വന്നൊരു തെറ്റുകൊണ്ട് അച്ഛനും ജയിലിൽ കിടക്കേണ്ടി വന്ന്. അതുകൊണ്ടൊന്നും അല്ല മോളെ, ഞാൻ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെ അനുഭവിച്ചല്ലേ പറ്റൂ. എന്തായാലും അതെല്ലാം മാറി. എന്റെ മോൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക. കൈമളേട്ടാ, രാമഭദ്രനും ജഗദീഷിനും വേണ്ടുവോളം ചുമതലകളുണ്ട്. കേസൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ജയരാമൻ വെറുതെ ഇരിക്കണ്ട. ചെമ്പകമംഗലം ടെക്സ്റ്റൈൽസുകളുടെ ചുമതല ജയരാമൻ ഇരിക്കട്ടെ. അച്ഛാ, ആ എന്താ? വെരി ഗുഡ്. ആ, ചെമ്പകമംഗലം ടെക്സ്റ്റൈൽസിന്റെ MD ജയറാം. ആ അങ്ങനെയാണെങ്കിലേ നമുക്കേ ഇന്നത്തെ ലഞ്ച് ഗംഭീര ഒരു സദ്യയാക്കണം. ആ, ആ ഓ ആയിക്കോട്ടെ. പപ്പടം, പഴം, പായസം, പുളിശ്ശേരി, എരിശ്ശേരി എല്ലാം ഉണ്ടാക്കണം. ആ ഏട്ടതി വാ. എന്തായാലും ഉടനെ ഇവിടെ ഒരു കല്യാണം കൂടി ഉണ്ടാവും. ആരുടെ? ജയറാം വെഡ്സ് നന്ദിനി ദേവി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.